യേശു ക്രിസ്തു ഈ ഭൂമിയിൽ 33.5 വർഷം ജീവിച്ചു. ഈ 33.5 വർഷം ഏറ്റവും ഫലപ്രദമായ ജീവിതമാണ് യേശു നയിച്ചത്. യേശുവിന്റെ ജീവിതം പിതാവിനെ മഹത്വപ്പെടുത്തുന്ന ജീവിതമായിരുന്നു. യേശുവിന്റെ ജീവിതം ഹല്ലേലൂയ ദൈവരാജ്യത്തിന് ഏറ്റവും പ്രയോജനകരമായ ജീവിതമായിരുന്നു. യേശു തന്നെ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പറഞ്ഞു, നിങ്ങൾ അധികം ഫലം കായ്ക്കണം. എന്നെയും നിങ്ങളെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ അധികം ഫലം കായ്ക്കണമെന്നാണ്. കുറച്ച് ഫലമല്ല, അധികം ഫലം കായ്ക്കുന്നവരായി തീരണം എന്നാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നില്ല, എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. അപ്പൊ നമ്മൾ കൂടുതൽ ഫലം കായ്ക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സ്വർഗീയ പിതാവ് മഹത്വപ്പെടുന്നു. നമ്മൾ ഫലം കായ്ക്കുമ്പോൾ അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാകുന്നു എന്ന് ലോകം അറിയുവാനിടവരും. ഫലമെന്ന് പറഞ്ഞാൽ പ്രയോജനകരമായി തീരുക. അവൻ ഒരു വൃക്ഷത്തിന് ഫലമുണ്ട്. ആ വൃക്ഷത്തിന് ഫലമുണ്ടെങ്കിൽ മാത്രമേ ആ വൃക്ഷം പ്രയോജനകരമായി തീരുകയുള്ളൂ. വർഷങ്ങളായി മാവെന്ന് പറയുന്ന വൃക്ഷമുണ്ട്, പക്ഷെ മാങ്ങായില്ല. മാങ്ങ ഇല്ലെങ്കിൽ വല്ല പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. അല്ല, ഒരു മാങ്ങായ ഉണ്ടായിട്ടുള്ളെങ്കിൽ വല്ല പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. അവൻ ഒരു മാങ്ങ കൊണ്ട് എന്നാ ലഭിക്കാൻ? 10 മാങ്ങായ ഉള്ളെങ്കിലോ ഒരു പ്രയോജനമില്ല. എന്നാൽ ആ മാവ് നിറച്ച് മാങ്ങ ഉണ്ടായി നിൽക്കുമ്പോൾ നമ്മൾ പറയും, ഈ വർഷം വളരെ നല്ല കാര്യമാണ്, കാരണം മാവ് നിറച്ചു മാങ്ങായ, കാരണം അത് അനേകർക്ക് പ്രയോജനപ്പെടും. ഇതുപോലെ പ്രിയപ്പെട്ട ദൈവവേദനെ, ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം അവൻ ഫലം അല്പഫലമല്ല, അവൻ വളരെ അധികം ഫലം കായ്ക്കുന്ന വ്യക്തിയായിരിക്കണം. അവൻ എവിടൊക്കെയാണോ അവിടൊക്കെ ഒരു പ്രയോജനമായിരിക്കണം. അവൻ ജോലി സ്ഥലത്ത് ഈ വ്യക്തി പ്രയോജനകരമായി തീരണം. ദൈവമക്കൾ പലരും ജോലി ചെയ്യുന്നത് അവിടുത്തെ മുതലാളിമാർക്ക് ഇവരെ ഇഷ്ടമില്ല. കാരണം ഇവർ അലസന്മാരാണ്, ഇവർ പ്രയോജനമില്ലാതിരിക്കുകയാണ്, ഇവർ ചുമ്മാതെ അവിടെ ചെല്ലുന്നു, ശമ്പളം മേടിക്കുന്നു. അങ്ങനെ ആകരുത്. ദൈവവേദന, ഞാൻ ജോലി ചെയ്യുന്നിടത്ത്, നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് ആ സ്ഥാപനത്തിന് അവിടുത്തെ മുതലാളിമാർക്ക് നമ്മൾ അസാധാരണ അനുഗ്രഹമായിരിക്കണം. അവർ പറയണം, ഈ വ്യക്തി ഇവിടോട്ട് കയറി വരുമ്പോൾ തന്നെ ഒരു അനുഗ്രഹമാണ്. കാരണം അത് നമ്മളിലുള്ള ദൈവകൃപ അവിടെ വ്യാപരിക്കണം. നമ്മുടെ ദേശത്തിന് നമ്മൾ അനുഗ്രഹമായിരിക്കണം, നമ്മുടെ കുടുംബത്തിന് നമ്മൾ അനുഗ്രഹമായിരിക്കണം, നമ്മളായിരിക്കുന്ന ചർച്ചിന് നമ്മൾ അനുഗ്രഹമായിരിക്കണം, നമ്മൾ ദൈവരാജ്യത്തിന് അനുഗ്രഹമായിരിക്കണം. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ അവൻ ഏറ്റവും ഫലപ്രദമായി തീരുവാൻ ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് യേശുവിനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. യേശു ഭൂമിയിൽ ജീവിച്ച കാലം ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിരുന്നു. പിതാവിന് ഏറ്റവും പ്രയോജനകരമായിരുന്നു. ആ ദേശത്തിന് പ്രയോജനമായിരുന്നു, ജനങ്ങൾക്ക് പ്രയോജനമായിരുന്നു. എങ്ങനെ പ്രയോജനമായി? യേശുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിൽ, ഏറ്റവും പ്രൈവറ്റ് ലൈഫിൽ യേശു ഏറ്റവും കൂടുതൽ സമയം പ്രാർത്ഥനയിലാണ് ചിലവഴിച്ചത്. യേശു പ്രാർത്ഥിക്കുന്നത് പോലെ നമ്മളും പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. കാരണം ദൈവസന്നിധിയിൽ താന്നിരുന്നെങ്കിൽ മാത്രമേ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് നമുക്ക് പ്രൊഡ്യൂസ് അല്ലെങ്കിൽ നമുക്ക് അത് പുറത്തേക്ക് വിടാൻ കഴിയത്തുള്ളൂ. നമ്മൾ പ്രാപിക്കുന്നത് മാത്രമേ നമുക്ക് കൊടുക്കുവാൻ കഴിയുള്ളൂ. യേശുവിനെ നോക്കുമ്പോൾ യേശു തന്റെ ഈ ലോക ജീവിതത്തിൽ തൻ പിതാവിന്റെ സന്നിധിയിൽ ഏകാന്തതയിലിരുന്ന് അനേകം മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും പ്രാപിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. യേശു ഇത്രയും നേരം തനിയെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ, ദൈവദാസ, ഉപദേശി, ആമേൻ, സുവിശേഷക, നമ്മൾ എത്ര നേരം ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കണം? നമ്മൾ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഓടി നടക്കുക. ലോകങ്ങൾ അവൻ മാരത്തോൺ ഓട്ടം ഓടുന്നത് പോലെ നമ്മൾ ഓടുക. പണ്ട് പ്രാപിച്ചത് കൊണ്ടല്ല ഓടേണ്ടത്, ദിവസവും പ്രാപിക്കുന്നത് കൊണ്ട് വേണം നമ്മൾ ഓടുവാൻ. ദിവസവും പ്രാപിക്കണമെങ്കിൽ സഹോദരനെ, ദൈവദാസനെ, ദൈവദാസിയെ, പ്രിയപ്പെട്ട സഹോദര, മാതാവേ, പിതാവേ, നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്നവരായിരിക്കണം. മാറിയിരുന്ന് പ്രാർത്ഥിക്കുവാൻ, തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ, ദൈവവചനം ധ്യാനിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ദിവസവും 3 പ്രാവശ്യം സമയം വേർതിരിച്ച്, ആമേൻ, ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് അല്പസമയം കൂട്ടുകാരോട് സംസാരിക്കുന്നതിന് പകരം, ആമേൻ, പാൻട്രി റൂമിലോ ബാത്റൂമിലോ കയറി അല്പസമയം പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഒന്നിരുന്ന് മൊബൈൽ നോക്കി 2 വാക്യം വായിച്ചു പഠിച്ച് കർത്താവ് നിങ്ങളെ മാനിക്കാൻ പോവുക. രാവിലെ കുടുംബത്തോടുള്ള പ്രാർത്ഥന മാത്രം പോരാ, മാറിയിരുന്ന് പ്രാർത്ഥിക്കാൻ ശീലിച്ചാട്ടെ, രാത്രിയിൽ മാറിയിരുന്ന് പ്രാർത്ഥിക്കാൻ ശീലിച്ചാട്ടെ. അസാധാരണമായി തീരും നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം കേട്ടോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.